ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമ്മളിവിടെ ഒഴിവാക്കാൻ വയ്യാത്ത തിരക്കുകൾ കാരണം ഒരു തരത്തിലും മാറ്റിവെക്കാൻ വയ്യാത്തതായതുകൊണ്ട് കുറച്ച് ക്ലാസ്സുകൾ ഒഴിവാക്കേണ്ടി വന്നു. ഒരു മാസം ഒത്തുചേരേണ്ടായിട്ടില്ല. അതിനുശേഷമാണ് നമ്മളിപ്പോൾ ഒത്തുചേരുന്നത്. ഈ ഒരു ചർച്ചയിൽ അടിസ്ഥാന വിഷയമായി നാരദീയ ഭക്തി സൂത്രങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് ചർച്ചകളും. നാരദീയ ഭക്തി സൂത്രങ്ങളിൽ നമ്മൾ 14 സൂത്രങ്ങളാണ് ശ്രദ്ധിച്ചതെന്നാണ് ഓർമ്മിക്കുന്നത്. അതായത് ലോകേപി താവദേവ കിന്തു ഭോജനാദി വ്യാപാരഃ തു ആ ശരീരധാരണാവധി എന്ന സൂത്രം വരെയാണെന്നാണ് ഓർമ്മ. അല്ല, അത് എടുത്തിട്ടില്ലെങ്കിൽ ആർക്കാണെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. അവിടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇതുവരെ പഠിച്ച ഭാഗം ഒന്ന് പറയാം. ആദ്യമായിട്ട് ഭക്തിയെ വ്യാഖ്യാനിക്കാം എന്ന് പ്രതിജ്ഞ ചെയ്തു. മംഗളാചരണത്തോടു കൂടി യുക്തിപൂർവമായ ഭക്തി വിചാരം അനിവാര്യമാണെന്നതുകൊണ്ട്. അതായിരുന്നു ഒന്നാമത്തെ സൂത്രം. അഥാതോ ഭക്തിം വ്യാഖ്യാസ്യാമഹ എന്ന്. തുടർന്ന് 2-3 സൂത്രങ്ങളിലൂടെ പരമമായ ഭക്തി എന്തെന്ന് നിർവചിച്ചു. സാ ത്വസ്മിൻ പരമപ്രേമരൂപ അമൃതസ്വരൂപാച്ച എന്ന്. ഈ ഈശ്വരനിലുള്ള പരമമായ പ്രേമമാണ്, അമൃതസ്വരൂപമായ പ്രേമമാണ് ഭക്തി എന്നത്. തുടർന്ന് ആ ഒരു പരാഭക്തി നേടിയാലുള്ള, പ്രാപിച്ചാലുള്ള, അറിഞ്ഞാലുള്ള മഹിമയെ പറഞ്ഞു. മനുഷ്യൻ സിദ്ധനാകുന്നു, അമൃതനാകുന്നു, തൃപ്തനാകുന്നു, മറ്റൊന്നും ഇച്ഛിക്കുന്നില്ല, ശോകവും ദ്വേഷവും വരുന്നില്ല, ബാഹ്യ വിഷയങ്ങളിൽ രമിക്കുന്നില്ല, ഉത്സാഹിയാവുന്നില്ല, മത്തനാവുന്നു, സ്തബ്ധനാവുന്നു, ആത്മാരാമനാകുന്നു. ഇത്രയും പറഞ്ഞ ശേഷം ഈ ഒരു പരാഭക്തി
നിരോധരൂപമായതുകൊണ്ട് അതൊന്നിനെയും കാമിക്കുന്നില്ല. അത് വേണം ഇത് വേണം എന്നുള്ള ആഗ്രഹങ്ങൾ അവിടെ കൊഴിഞ്ഞു പോയിരിക്കുകയാണ്. എന്താണ് നിരോധരൂപം എന്ന് വെച്ചാൽ, അത് പറഞ്ഞു, ലോകവേദ വ്യാപാര ന്യാസമാണ്. ലോകത്തിലും വേദത്തിലും ലൗകികമായും വൈദികവുമായുള്ള കർമ്മങ്ങളെ മുഴുവൻ ന്യസിച്ച് കേവലം ഈശ്വര ഭാവത്തിൽ കഴിയുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കഴിയുമ്പോൾ ഒരു പരാഭക്തന്റെ ജീവിത വ്യവഹാരം എങ്ങനെയാണെന്ന് സംശയിച്ചപ്പോൾ ഈശ്വരനിൽ അനന്യതയും ഈശ്വരമാർഗ വിരോധികളിൽ ഉദാസീനതയുമാണ് വേണ്ടതെന്ന് പറഞ്ഞു. എന്താണ് അനന്യത? അന്യ ആശ്രയങ്ങളെ മുഴുവൻ ത്യജിക്കുന്നതാണ് അനന്യത. ഉദാസീനതയാവട്ടെ ലോകത്തിലും വേദത്തിലും ഭക്തിമാർഗത്തിന് അനുകൂലമായ ആചരണം ചെയ്യുന്നതാണ്. ആര് എത്ര എതിർക്കുകയോ നിന്ദിക്കുകയോ ചെയ്യട്ടെ, അനുകൂലമായ ഭക്തിമാർഗ അനുകൂലമായ ആചരണങ്ങളെ ചെയ്യുന്നതാണ് ഉദാസീനത. ഏതായാലും ഈ ഒരു നിശ്ചയം സംഭവിച്ചു കഴിഞ്ഞാൽ, ഭക്തിമാർഗത്തിൽ നിശ്ചയം വന്നു കഴിഞ്ഞാൽ ശാസ്ത്രരക്ഷണമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതായത് മാതൃകാപരമായി ശാസ്ത്രത്തിനനുസൃതമായി നമ്മൾ ജീവിതം നയിക്കണം. അല്ലാത്ത പക്ഷം ഭക്തിമാർഗത്തിൽ നിന്ന് പതിച്ചു പോകാനുള്ള ആശങ്കയുണ്ട് എന്ന് പറഞ്ഞു. അവിടെ വളരെ ശ്രദ്ധേയമായിട്ട് ഒടുവിൽ പറഞ്ഞു, ലോകത്തിൽ അപ്രകാരം തന്നെയാണ്, എന്നാൽ ഭോജനം തുടങ്ങിയ വ്യാപാരങ്ങൾ ശരീരധാരണം വരെ ചെയ്യേണ്ടതാകുന്നു എന്ന്. അപ്പോ പരാഭക്തന്റെ ജീവിതക്രമത്തിൽ ലോകവേദ വ്യാപാര ന്യാസമാണ് പറഞ്ഞത്. ലൗകികവും വൈദികവുമായ സകല വ്യാപാരങ്ങളെയും നശിച്ചിരിക്കുന്നു, ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോ ലോകവ്യാപാരങ്ങളില് എല്ലാ ലോകവ്യാപാരങ്ങളെയും ഉപേക്ഷിച്ചിട്ടാണോ കഴിയുന്നത്? എല്ലാ ലോകവ്യാപാരങ്ങളെയും ഉപേക്ഷിച്ചു വെച്ചാൽ ലോകത്തിന്റെ അംഗമായിട്ട് ശരീരം നിലനിൽക്കില്ലല്ലോ. അവിടെ പറയുകയാണ്, ലോകേപി താവദേവ, ലോകേ അപി താവദേവ, ലോകത്തിലും അപ്രകാരം തന്നെയാകുന്നു. കിന്തു എന്നിരിക്കലും ഭോജനാദി വ്യാപാര, ഭോജനം തുടങ്ങിയ വ്യാപാരങ്ങൾ. ഈ ഭോജനം തുടങ്ങിയ വ്യാപാരങ്ങൾ എന്ന് പറയുമ്പോൾ ശരീരത്തെ നിലനിർത്തുന്നതിനായി അവശ്യം ചെയ്യേണ്ടുന്ന വ്യാപാരങ്ങൾ. ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. ശാരീരം കേവലം കർമ്മ, കേവലം ശാരീരമായ കർമ്മങ്ങൾ കുർവൻ ചെയ്യുന്നവൻ ന ആപ്നോതി കിൽബിഷം, ദോഷ സംസ്കാരങ്ങളെ പ്രാപിക്കുന്നില്ല എന്ന് ഗീത പറയുന്നുണ്ട്. അവിടെ ആ പ്രകരണത്തിൽ ശാരീരം എന്നതിന് രണ്ട് രീതിയിൽ അർത്ഥമുണ്ട്. ഒന്ന്, അഹങ്കാരത്തിന്റെ കണികയില്ലാതെ, മറ്റ് താതാത്മ്യഭാവങ്ങളില്ലാതെ കേവലം ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് ശാരീരം കർമ്മം. അങ്ങനെ ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം, ശരീരസ്ഥിതി ഹേതുകമായ കർമ്മമാണ് ശാരീരം കർമ്മ. അപ്പൊ കേവല ശരീരസ്ഥിതി ഹേതുകമായ കർമ്മം, ശരീരത്തിന്റെ നിലനിൽപ്പിന് കാരണമാകുന്ന കർമ്മം, അല്ലാതെയുള്ള കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നു. ശരീരത്തിന്റെ നിലനിൽപ്പിനുള്ളതായ കർമ്മങ്ങൾ ചെയ്യുന്നു. അവശ്യം വേണ്ടത്. അവിടെയും സംഘം ത്യക്ത്വ, സംഘം ഉപേക്ഷിച്ചിട്ടെന്ന് ആവർത്തിച്ച് പറയുന്ന സിദ്ധാന്തം ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്.
ഇപ്പൊ സംഘം ത്യക്ത്വ, സംഘത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഭോജനാദി വ്യാപാരം, അതായത് ശാരീരം കർമ്മം ചെയ്യുന്നതിനെയാണ് ഗീത ഉപദേശിക്കുന്നത് അഥവാ അനുവദിക്കുന്നത്. ആ ഒരു ചിന്താഗതിയെ ഇവിടെയും നമുക്ക് മനസ്സിലാക്കാം. ലോകേപി താവദേവ, ലോകത്തിലും ലോകവ്യവഹാരങ്ങളിലും ലോകത്തിൽ വർത്തിക്കുന്ന സമയത്തും താവദേവ അപ്രകാരം തന്നെയാകുന്നു എന്ന് വെച്ചാൽ ശാസ്ത്രരക്ഷണം ചെയ്തിരിക്കണം. ഇതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഭവതു നിശ്ചയാദൂർധ്വം ശാസ്ത്രരക്ഷണം, നിശ്ചയത്തിന് ശേഷം ശാസ്ത്രരക്ഷണം സംഭവിക്കേണ്ടതാകുന്നു. ശാസ്ത്രരക്ഷണം എന്ന് പറയുമ്പോൾ വൈദിക ശാസ്ത്രം, ശാസ്ത്രം പ്രധാനമായി വിധിക്കുന്നത് വൈദികങ്ങളായ കർമ്മവിശേഷങ്ങളെ ആകും. വൈദികം എന്ന് പറയുമ്പോൾ വേദവിഹിതം, നമുക്ക് ശാസ്ത്രവിഹിതം എന്ന് മൊത്തത്തിൽ പറയാം. അത് മനസ്സിലായി. എന്നാൽ ലൗകികങ്ങളോ, ലോകവ്യവഹാരങ്ങളോ? ചോദ്യം അവിടെയാണ് മറുപടി പറഞ്ഞത് ലോകേപി, ലോകത്തിലും അപ്രകാരം തന്നെയാണ്. ഒരർത്ഥം ശാസ്ത്രീയമായിട്ടായിരിക്കണം ലോകത്തിലെ വ്യവഹാരം. മറ്റൊരർത്ഥം ലോകവേദ വ്യാപാരന്യാസ എന്ന് പറഞ്ഞത് ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ ലോകവ്യാപാരങ്ങളെ നശിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ലോകവ്യാപാരങ്ങളെ നശിക്കുന്നു എന്ന് പറയുമ്പോൾ സമ്പൂർണമായി ലോകവ്യാപാരങ്ങളെ നശിച്ചാൽ പിന്നെ ലോകത്തിന്റെ ഭാഗമായി ശരീരവാനായിട്ട് എങ്ങനെ ഇരിക്കും? ചോദ്യം. അവിടെയാണ് മറുപടി പറയുന്നത്, ശാരീരം കേവലം കർമ്മ കുറുവൻ ആപ്നോതി കിൽബിഷം. കേവലം ശരീരസ്ഥിതി ഹേതുകമായിരിക്കുന്ന കർമ്മങ്ങളെ ചെയ്യുന്നവൻ ദോഷ സംസ്കാരത്തെ പ്രാപിക്കുന്നില്ല. അതാണ് ഭോജനാദി വ്യാപാര, ഭോജനം തുടങ്ങിയ വ്യാപാരങ്ങൾ, ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, അത് ഉപലക്ഷണാർത്ഥത്തിൽ എടുക്കണം. അവിടെ കേവലം ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള അർത്ഥം എടുത്താൽ പോരാ. അതുപോലെ ശരീരസ്ഥിതിക്ക് മാത്രം ഉതകുന്ന കർമാന്തരങ്ങളെ ചെയ്യേണ്ടതാകുന്നു. ക്ഷുദ്വ്യാധിശ്ച ചികിത്സ്യതാം, വിശപ്പ്, രോഗം തുടങ്ങിയവയെ ചികിത്സിക്കേണ്ടതാകുന്നു. വിശപ്പ് ഒരു രോഗമാണ്. രോഗമാണെന്ന് മനസ്സിലാക്കിയിട്ട് എപ്രകാരമാണോ ഔഷധം മാത്രയിൽ സേവിക്കുന്നത്, അതുപോലെ ഭക്ഷണം മാത്രയിൽ കഴിക്കേണ്ടതാണ്. സ്വാദുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഔഷധങ്ങൾ മാത്ര തെറ്റിച്ച് കഴിക്കാറില്ല. ഒരാൾക്ക് ചുമ വന്നു, വൈദ്യരെടുത്ത് പോയി മരുന്ന് തന്നു, നല്ല മധുരമുള്ള മരുന്നാണ്. അതുകൊണ്ട് 2 കുപ്പി ഒന്നായിട്ട് കുടിക്കില്ല, കുടിച്ചാൽ പിന്നെ ചുമക്കുകയില്ല, പതിവില്ല. അഥവാ കഷായം തന്നു, ഇത് ചവർപ്പാണ് അഥവാ കയ്പാണ്, അതുകൊണ്ട് ഞാൻ കഴിക്കില്ല എന്ന് പറയാറില്ല. അപ്പോൾ 1/2 ഔൺസാണ് നിർദ്ദേശിച്ചതെങ്കിൽ 1/2 ഔൺസ് കഴിക്കും, മാത്രയിൽ കഴിക്കും. ഇതുപോലെ ഭക്ഷണത്തെ ഔഷധമായി കണക്കാക്കി കഴിക്കണം. കാരണം ക്ഷുത്ത് ഒരു വിശപ്പ് ഒരു രോഗമാണ്. അപ്പൊ ഭക്ഷണമാകുന്ന ഔഷധം സേവിക്കണം എന്നർത്ഥം. വേറൊരർത്ഥം, ക്ഷുത്തിനും രോഗത്തിനും യഥാസമയം ചികിത്സ ചെയ്യണം. ക്ഷുത്തിന് വിശപ്പിന് ഭക്ഷണം കൊണ്ടും, രോഗത്തിന് ഔഷധം പഥ്യം തുടങ്ങിയവ കൊണ്ടും, പഥ്യപാലനവും ഔഷധ സേവനവും രണ്ടും കൂടി ചെയ്യണം. ഔഷധത്തെ സേവിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത്രയും ആദരപൂർവം സേവിക്കുകയാണ് ഔഷധത്തെ ചെയ്യുന്നത്. സേവിക്കപ്പെടുന്ന ഔഷധമാണ് രോഗത്തെ ഇല്ലാതാക്കുന്നത്. ആ ഒരു വൈദികമായ കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ക്ഷുദ്വ്യാധിശ്ച ചികിത്സ്യത എന്ന് പറയുമ്പോൾ ഭോജനാദി വ്യാപാര എന്നുള്ളതിലെ ആദി ശബ്ദം ശരീരസ്ഥിതി ഹേതുകമായ കർമ്മത്തെ ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ ശരീരസ്ഥിതി ഹേതുകമായ കർമ്മം എന്ന് പറയുമ്പോൾ വീണ്ടും അത് വ്യാഖ്യാനത്തിന് വിധേയമാണ്. കാരണം ആത്മവ സർവഭൂതാനി, തന്നെ പോലെ സർവഭൂതങ്ങളെയും കാണുന്ന ഒരു മഹാനുഭാവനെ സംബന്ധിച്ച്
ശരീരസ്ഥിതി ഹേതുകം എന്ന് പറയുമ്പോൾ കേവലം തൻ്റെ ഈ ശരീരം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അതിന് വ്യാഖ്യാനം പോകണം. അപ്പൊ സമാജമാകുന്ന ശരീരം, ഈ സമഷ്ടി ശരീരം 1000 കാലുകളും 1000 തലകളും 1000 കൈകളും 1000 കണ്ണുകളുമുള്ള ശരീരം, അങ്ങനെയുള്ള സമഷ്ടി ശരീരത്തിന്റെ സ്ഥിതി പ്രയോജകമായിരിക്കുന്നത് ചെയ്യണം എന്ന് വരും. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ആപേക്ഷികമാണെന്നുള്ള ബോധം നമുക്ക് ഈ പഠനവേളയിൽ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ലോകേപി താവദേവ കിന്തു ഭോജനാദി വ്യാപാര തു, ഭോജനം തുടങ്ങിയ വ്യാപാരങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ളത് എത്ര കാലം വരെ? ആ ശരീരധാരണാവധി, ശരീരത്തെ ധരിക്കുന്നത് വരെയും വേണം. എത്ര കാലം ഈ ശരീരം ഉണ്ടാകുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. പ്രാരബ്ധം നിലനിൽക്കുന്ന കാലത്തോളം ഈ ശരീരം നിലനിൽക്കും. അത് എത്ര, എങ്ങനെ, എന്ത് തരം പ്രാരബ്ധമാണ് ഒരാളിൽ നമുക്കറിയില്ല. ഗഹന കർമ്മണോഗതി. ഇന്ന് നിപതിച്ചേക്കാം, ചിലപ്പോൾ വർഷങ്ങൾ അനേകം കഴിഞ്ഞ് നിപതിച്ചേക്കാം. എന്നാൽ ഈ ശരീരം ധർമ്മസാധനമാണ്. തൻ്റെ കർത്തവ്യകർമ്മങ്ങളെ നിർവഹിക്കുന്നതിനുള്ള ഉപാധിയാണ്. പ്രേയസ്സിനെ അർത്ഥിക്കുന്നവനാവട്ടെ ശ്രേയസ്സിനെ അർത്ഥിക്കുന്നവനാവട്ടെ ഇരുവിധമായ ജീവഗതിക്കും അഥവാ ജീവിതഗതിക്കും ആലംബമാണ്, ആസ്പദമാണ് ഈ ശരീരം. അതുകൊണ്ട് തന്നെ ഇതിനെ വേണ്ടതുപോലെ പരിപാലിച്ച് നിലനിർത്തേണ്ടത് ആവശ്യമാണ്. ഇതിനെ പീഡിപ്പിക്കരുത്. മറ്റൊരു വ്യക്തിയുടെ ദേഹത്തെ പീഡിപ്പിക്കുന്നത് എത്ര ദോഷകരമോ അത്ര ദോഷകരമാണ് സ്വന്തം ദേഹത്തെ പീഡിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭോജനാദി വ്യാപാര, ഭക്ഷണം കഴിക്കുക തുടങ്ങിയ വ്യാപാരങ്ങൾ ശരീരധാരണം വരെയും ചെയ്യേണ്ടതാകുന്നു. ഇതാണ് ആ ഒരു 14-ാം സൂത്രം. തുടർന്ന് നമ്മൾ ചിന്തിക്കുകയാണ്, തല്ലക്ഷണാനി വാച്യന്തേ നാനാമതഭേദാത്. തല്ലക്ഷണാനി വാച്യന്തേ, അതിന്റെ ലക്ഷണങ്ങൾ പറയപ്പെടുന്നു. എങ്ങനെ? നാനാമതഭേദാത്, അനേക മതഭേദങ്ങൾക്കനുസരിച്ച്. തല്ലക്ഷണാനി വാച്യന്തേ നാനാ മതഭേദാത്. തല്ലക്ഷണാനി, തസ്യാഹ ലക്ഷണാനി എന്നർത്ഥം. തല്ലക്ഷണാനി എന്ന് ഇവിടെ പറഞ്ഞാൽ തസ്യാഹ ലക്ഷണാനി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവളുടെ ലക്ഷണങ്ങൾ, അതായത് ഭക്തിയുടെ ലക്ഷണങ്ങൾ. ഭക്തിയാണല്ലോ ഇവിടെ നിരൂപണം ചെയ്യപ്പെടുന്നത്. അപ്പൊ എന്താണ് ഭക്തിയുടെ ലക്ഷണങ്ങൾ? ഭക്തിയുടെ നിർവചനം പറഞ്ഞു. നിർവചനം പരമപ്രേമരൂപ, അസ്മിൻ പരമപ്രേമരൂപ. കൂട്ടിച്ചേർത്ത് പറഞ്ഞു അമൃതസ്വരൂപാച്ച്. അത് വീണ്ടും പറയേണ്ടതില്ല. അപ്പോ അങ്ങനെയുള്ളതായ കൃതാർത്ഥതയിലേക്ക് നമ്മളെ നയിക്കുന്ന ഭക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെ? അത് പറയുന്നു, അത് പറയപ്പെടുന്നു. എന്താണ് ഭക്തി ലക്ഷണങ്ങൾ? എന്തൊക്കെ ലക്ഷണങ്ങളിലൂടെ ഭക്തി അനുമാനിക്കപ്പെടാം? താത്പര്യം, ഒരു വ്യക്തിയിൽ എന്തെല്ലാം ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് അയാളിൽ ശുദ്ധമായ ഭക്തി നമ്മളാൽ അനുമാനിക്കപ്പെടുക? അയാൾക്ക് ഭക്തിയുണ്ട് അല്ലെങ്കിൽ അയാൾ ഭക്തനാണെന്ന് നമ്മൾ എങ്ങനെയൊക്കെ മനസ്സിലാക്കും? ഭക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇത് പൂർണ്ണമായി പറയാൻ ആർക്കും സാധ്യമല്ല. സാമാന്യമായി ചിന്തിക്കാനേ കഴിയൂ. അതുകൊണ്ട് പറയുകയാണ് നാനാമതഭേദ, അനേക അഭിപ്രായ ഭേദങ്ങൾക്കനുസരിച്ച്
താല്പര്യം ഭക്തിയുടെ ലക്ഷണങ്ങളെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങൾ പല ആചാര്യന്മാരും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ പല ആചാര്യന്മാരും മുന്നോട്ട് വെച്ച അഭിപ്രായങ്ങളെ ഇവിടെ ചേർത്ത് ചിന്തിക്കുകയാണ്. ഒരാചാര്യന്റെ അഭിപ്രായമല്ല, അനേക അഭിപ്രായങ്ങളുണ്ട്. ഒരഭിപ്രായം മാത്രം ശരി, അല്ലെങ്കിൽ ഒരഭിപ്രായം ഒഴിച്ച് മറ്റെല്ലാം തെറ്റ് എന്ന് പറയുന്ന സമീപനം ശരിയല്ല. എങ്ങനെയാണോ നമ്മൾ നിരീക്ഷിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് അഭിപ്രായങ്ങൾ വരും. മതം അഭിപ്രായമാണ്. മതമുണ്ടെങ്കിൽ മതഭേദമുണ്ടാകാം. അതിൽ ശാസ്ത്ര ചർച്ചയിൽ, ശാസ്ത്ര വിചാരത്തിൽ അംഗീകരിക്കാനോ അഥവാ ചർച്ചയ്ക്ക് വിധേയമാക്കാനോ യോഗ്യമായ മതങ്ങളെയൊക്കെ സ്വീകരിക്കാം. തീർത്തും വിചാരം ചെയ്യപ്പെടേണ്ടതില്ലാത്ത, ഒട്ടും യുക്തിവിചാരത്തിന് യോഗ്യമല്ലാത്ത എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ അതിനെ നമ്മൾ ആരും എതിർക്കാൻ പോവില്ല, അതിനോട് അനുകൂലിക്കാനും പോവില്ല, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറില്ല. അതിനെ മൂർഖഭാഷണം പോലെ ഒഴിവാക്കുക ചെയ്യുക. ഉപേക്ഷണീയ, ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. അവ പരിഗണനാർഹമായ അഭിപ്രായങ്ങളെ മാത്രമേ ആചാര്യൻ പരിഗണിക്കൂ. അതുകൊണ്ട് പറയാണ് നാനാമതഭേദാത് തല്ലക്ഷണാനി തസ്യാഹ ലക്ഷണാനി വാച്യന്തേ. പഠിക്കപ്പെടുന്നു, പറയപ്പെടുന്നു. ഏതൊക്കെയാണ്? ഇവിടുന്നാണ് ഭക്തിയുടെ ലക്ഷണങ്ങളെ പറയുന്നത്. ഒന്നാമത് പറയുന്നു പൂജാദിഷു അനുരാഗഃ ഇതി പാരാശര്യഃ. പൂജാദിഷു അനുരാഗഃ ഇതി പാരാശര്യഃ. പൂജാദിഷു അനുരാഗഃ, പൂജാദിയിലുള്ള അനുരാഗമാണ് എന്ന് പാരാശര്യൻ പറയുന്നു. പാരാശര്യൻ, പരാശര്യഃ, പരാശരസ്യ അപത്യം പുമാൻ പരാശര്യഃ, പരാശരന്റെ പുത്രൻ. പരാശരന്റെ പുത്രനാണ് പാരാശര്യഃ. അപ്പൊ പരാശര മഹർഷിയുടെ പുത്രൻ അഭിപ്രായപ്പെടുന്നത് ഇതാണ്. പരാശരന്റെ പുത്രൻ പ്രസിദ്ധനാണ്, വേദവ്യാസൻ, കൃഷ്ണദ്വൈപായന വ്യാസൻ. പേരുകൊണ്ട് കൃഷ്ണൻ, വാസസ്ഥാനം കൊണ്ട് ദ്വൈപായനൻ, ചെയ്ത പ്രധാനപ്പെട്ട പണി കൊണ്ട് വ്യാസൻ. വേദങ്ങളെ രസിക്കുക, വിഭജിക്കുക, എഡിറ്റ് ചെയ്യുക എന്നുള്ള ആ കർമ്മം ഹേതുവായിട്ടാണ് വ്യാസശബ്ദം വരുന്നത്. താമസിക്കുന്നത് ദ്വീപിലായതുകൊണ്ട് ദ്വീപിൽ നിന്ന് വന്നവൻ, ദ്വീപിൽ നിവസിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ദ്വൈപായനൻ. പേരുകൊണ്ട് കൃഷ്ണൻ, കൃഷ്ണദ്വൈപായന വ്യാസൻ. പ്രസിദ്ധനാണ് പാരാശര്യൻ, പരാശരപുത്രൻ. അപ്പൊ എന്താണ് പാരാശര്യം പറയുന്നത്? പൂജാദിഷു അനുരാഗഃ ഇതി, പൂജാദിയിലുള്ള അനുരാഗമാണ് ഭക്തി. പൂജ ചെയ്യുന്നതാണ് ഭക്തിയുടെ ലക്ഷണം എന്ന് പറഞ്ഞിട്ടില്ല. പൂജ പല രീതിയിൽ ചെയ്യാം. തൊഴിലായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാണിക്കാൻ വേണ്ടി ചെയ്യാം, മറ്റെന്തെങ്കിലും കാര്യസാധ്യത്തിന് ചെയ്യാം, പല രീതിയിൽ ചെയ്യാം പൂജ. അപ്പൊ പൂജ ചെയ്യുന്നതാണ് ഭക്തിയുടെ ലക്ഷണം എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ശാസ്ത്ര വിചാരത്തിൽ നമ്മൾ അതിനെ സ്വീകരിക്കില്ല. പിന്നെ പൂജാദിഷു അനുരാഗഃ, പൂജ തുടങ്ങിയവയിലുള്ള അനുരാഗമാണ്. അനുരാഗം അങ്ങേയറ്റം
അനുരഞ്ജിക്കപ്പെട്ട സ്ഥിതിവിശേഷം, അങ്ങേയറ്റം പ്രേമപൂർണമായ വർത്തനം. അങ്ങേയറ്റത്തെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള പ്രേമം, അതാണ് അനുരാഗം. ഈ പ്രേമത്തോടുകൂടി, ഈ അനുരാഗത്തോടുകൂടി പൂജ തുടങ്ങിയവയെ ചെയ്യുന്നു. പൂജ, പാഠം, ഹോമം, അങ്ങനെയൊക്കെ ആവാം. അതില് ആ ചെയ്യുന്ന പൂജാതി വിഷയത്തില് അമ്മ നിർദ്ദേശിച്ചു, അഥവാ അച്ഛൻ നിർദ്ദേശിച്ചു, അല്ലെങ്കിൽ ഗുരുനാഥൻ നിർദ്ദേശിച്ചു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അഥവാ എനിക്ക് ഇന്നത് കിട്ടും, ഇത് ചെയ്താൽ അതിനു വേണ്ടി ചെയ്യുന്നു. അങ്ങനെയല്ല. മറിച്ച് അതിൽ അനുരാഗപൂർവം ചെയ്യുന്നു, അതിൽ പരിപൂർണമായി ചേർന്നുകൊണ്ട് ചെയ്യുന്നു, അങ്ങേയറ്റത്തെ ഭക്തിഭാവത്തോടു കൂടി ചെയ്യുന്നു, ഇഴുകിച്ചേർന്ന് ചെയ്യുന്നു, അനന്യതയാ ചെയ്യുന്നു. വാസ്തവത്തിൽ രാഗം വർണ്ണവിശേഷമാണ്. ഛായം എന്ന് നമുക്ക് പറയാം. ഛായം, കളറ്. അപ്പോ ഛായത്തിൽ ഒരു വസ്ത്രം നമ്മൾ ചേർത്ത് വെക്കുന്ന സമയത്ത് ആ ഛായം വസ്ത്രത്തിൽ ചേരും. ഇതുപോലെ പൂജ്യ ഭാവം, ആ പൂജ്യ വസ്തുവിലുള്ള, പൂജ്യ വിഷയത്തിലുള്ള ആ പ്രേമഭാവം, അത് അതേപടി ചേരുന്ന ഒരു അവസ്ഥാവിശേഷമാണ് അനുരാഗം. പരമമായ പ്രേമത്താൽ ഉള്ള ഒരു ഏകീഭാവനമാണത്. അപ്പോഴേ അനുരാഗമാവും. പരമപ്രേമത്താലുള്ള ഒരു ഏകീഭവനമാണ്. വസ്ത്രത്തിൽ ചായം പൂശിയതുപോലെ ആ ഒരു മഹിമാതിശയപൂർണമായ ഭാവം തന്നിൽ തീർത്തും സമാവേശിക്കപ്പെടുന്ന സ്ഥിതിയാണ്. അത്തരം അനുരാഗം, അത്തരം പ്രേമം അഥവാ പ്രേമത്തിലൂടെയുള്ള ഏകീഭവനം പൂജ തുടങ്ങിയവയിൽ സംഭവിക്കുമ്പോൾ അത് ഭക്തിയുടെ ലക്ഷണമാണ്. അതാണ് ഭക്തിയുടെ ലക്ഷണം. അല്ലാതെ പുറമെ കാണിക്കുന്ന എന്തെങ്കിലും അല്ല ഭക്തി. പുറമെ നമ്മൾ പലതും ചെയ്യുന്നു, അതൊന്നും അല്ല ഭക്തി. പുറമെ എന്തൊക്കെയാ ചെയ്യാം, പലതും ചെയ്തു കൂട്ടും. നാലാളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട്, എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നവരുണ്ട്, നിർദ്ദേശിച്ചവരെ ഗുരുവേയും അമ്മയെയും അച്ഛനെയും പഴിച്ചുകൊണ്ട് ചെയ്യുന്നവരുണ്ട്, എന്തൊരു ബാധ്യത എന്നോണം ചെയ്യുന്നവരുണ്ട്. വിവിധ പ്രകാരത്തിലുണ്ട്. അവിടെയൊക്കെ ചെയ്തി ഉണ്ടാവും, പക്ഷേ അതിനോട് അനുരാഗം ഉണ്ടാവില്ല. അതുകൊണ്ട് ബാഹ്യമായ അത്തരം ചെയ്തികളെ ഭക്തിയുടെ ലക്ഷണമായിട്ട് കൂട്ടുന്നില്ല. ഒരാൾ പൂജ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അയാൾ ഭക്തനാണെന്ന് പറയാൻ വയ്യ. ഒരാൾ പൂജ ചെയ്യിക്കുന്നു എന്നുള്ളത് കൊണ്ട് അയാൾ ഭക്തനാണെന്ന് പറയാൻ വയ്യ. മറിച്ച് ആ ചെയ്യുന്നതിലും ചെയ്യിക്കുന്നതിലും പരമമായ അനുരാഗം ഉണ്ടാകുമ്പോൾ, പരമമായ പ്രേമഭാവം, അതിനാലുള്ള ഏകീഭവനം സംഭവിക്കുമ്പോൾ അതിനെ നമുക്ക് ഭക്തിയുടെ ലക്ഷണം എന്ന് പറയാം. ഇതാണ് പാരാശര്യന്റെ അഭിപ്രായം. അപ്പോൾ പല ആചാര്യന്മാരുടെ അഭിപ്രായ ഭേദങ്ങൾക്കനുസരിച്ച് ഭക്തിയുടെ ലക്ഷണങ്ങളെ പറയാം എന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് ആദ്യമായിട്ട് പറയുന്നത് പാരാശര്യന്റെ അഭിപ്രായമാണ്.
അതാണ് പൂജാദിഷു അനുരാഗ. തുടർന്ന് ഗർഗന്റെയും ശാണ്ഡില്യന്റെയും നാരദന്റെയും ഒക്കെ അഭിപ്രായങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ആദ്യം തന്നെ വ്യാസാഭിപ്രായം പറഞ്ഞു. ഇനി ഗർഗന്റെ അഭിപ്രായമുണ്ട്, ശാണ്ഡില്യന്റെ അഭിപ്രായമുണ്ട്. അങ്ങനെ 3 മഹാന്മാരുടെ അഭിപ്രായം പറഞ്ഞ ശേഷം തൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്. അത് നമുക്ക് ക്രമമായി ചിന്തിക്കാം. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. അറിയുന്നതാണെങ്കിൽ മറുപടി പറയൂ. നമസ്തേ സ്വാമിജി. നമസ്തേ. 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, സൂത്രത്തിൻ്റെ ഒരു സ്വഭാവം വിവരിച്ച കൂട്ടത്തിൽ പ്രത്യേകിച്ചും വളരെ സൂക്ഷ്മമായും കൃത്യമായും പറയുന്ന കാര്യങ്ങളാണ് സൂത്രമെന്ന് പറയുമ്പോഴും, അതുപോലെ നാനാമതങ്ങളുടെ ഭേദങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും ഒരു വൈരുദ്ധ്യം പോലെ വരുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമ്മൾ സൂത്രമെന്ന് പറയുമ്പോൾ കൃത്യമായിരിക്കണം. ആ നിർവചനം എന്ന് പറയുന്നത് ഒരു ആംബിഗിറ്റി അല്ലെങ്കിൽ ഒരു സംശയഭേദം ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ പല നിർവചനങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുകയും, ഇവിടെ പല നിർവചനങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഒരു വൈരുദ്ധ്യം വരുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് ആദ്യത്തേത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്ന പൂജാദി എന്ന് പറയുമ്പോൾ പൂജ മാത്രമേ ഉള്ളൂ, പൂജ ആദിയായിട്ടുള്ളതെന്ന് പറയുന്ന ആ കൂട്ടത്തിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് വരുന്നുണ്ട്? അപ്പം ഇങ്ങനെ 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഇവിടെ സൂത്രലക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ അസന്നിഗ്ധം എന്ന് പറഞ്ഞു. അല്പാക്ഷരം അസന്നിഗ്ധം സാരവദ് വിശ്വതോമുഖം അസ്തോഭം അനവദ്യം ച സൂത്രം സൂത്രവിദോ വിദു എന്ന്. അപ്പൊ അതിൽ അസന്നിഗ്ധം സംശയരഹിതമായത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ സംശയരഹിതമായി സാരയുക്തമായി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ബന്ധത്തോടുകൂടി നിരർത്ഥക പദങ്ങളില്ലാതെ എഴുതുന്ന ശൈലിക്കാണ് സൂത്രം എന്ന് പറയുന്നത്. സൂത്രഗ്രന്ഥങ്ങളിൽ പൊതുവെ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും ഈ ലക്ഷണങ്ങൾ മുഴുവൻ തികഞ്ഞ, ഒരല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാത്ത സൂത്രം എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കേ ഉണ്ടാവുള്ളൂ. ഉദാഹരണം പാണിനീയ സൂത്രം ഉദാഹരണമാണ്. കർക്കശമായിട്ട് നമുക്ക് ഈ ലക്ഷണങ്ങളൊക്കെ അവിടെ പറയാം പാണിനീയ സൂത്രങ്ങളിൽ. മറ്റു സൂത്രങ്ങളിലൊക്കെ അല്പം ചില നീക്കുപോക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ അത്തരം നീക്കുപോക്കുകളൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ ഭക്തിയെ നിർവചിക്കുന്ന സമയത്ത് സംശയരഹിതമായി തന്നെ പറഞ്ഞു. പരാഭക്തിയുടെ ലക്ഷണം പറഞ്ഞു. അവിടെ സംശയത്തിന് കണികയില്ല, അവിടെ മതഭേദമൊന്നുമില്ല. ഇവിടെ മതഭേദം പറയുകയും നാനാ മതഭേദാത് എന്ന് പറയുകയും അതിലാദ്യം വ്യാസന്റെയും പിന്നീട് ഗർഗന്റെയും പിന്നീട് ശാണ്ഡില്യന്റെയും അഭിപ്രായങ്ങളെ എടുത്തു പറയുകയും ചെയ്യുമ്പോൾ അതിൽ ഈ സൂത്രകർത്താവിന് തന്നെ ഒരു സംശയമില്ലേ എന്നാണ് ചോദ്യം. അപ്പൊ സംശയരഹിതമായത് എന്ന സൂത്രലക്ഷണം അവിടെ ശരിയാവുന്നില്ലല്ലോ എന്നാണ് സംശയം. സംശയിച്ചത് നന്നായി, സംശയം നല്ലത് തന്നെ, എന്നാൽ അവിടെ ഒരു ദോഷവും വരുന്നില്ല. ഇത് നമ്മുടെ ദാർശനിക ചിന്താ പദ്ധതിയുടെ സൗന്ദര്യവും ശക്തിയുമാണ്. അതായത് ഒരു ആശയനിർണയത്തിലേക്ക് എത്തുമ്പോൾ അനേകം ആചാര്യന്മാര് മുന്നോട്ട് വെച്ച അഭിപ്രായങ്ങളെ വിചാരത്തിന് വിധേയമാക്കും. പൂർവപക്ഷി പറഞ്ഞതെന്തെന്ന് എടുത്തു കാണിക്കും, എന്നിട്ട് അതിനെ ഖണ്ഡിക്കും, എന്നിട്ട് സിദ്ധാന്തം സമർത്ഥിക്കും. അങ്ങനെയുണ്ട് ചില ഗ്രന്ഥങ്ങളിൽ.
പൂർവാചാര്യന്മാരുടെ അഭിപ്രായങ്ങളെ സമുദ്ധരിക്കും. അങ്ങനെ പൂർവാചാര്യന്മാരുടെ അഭിപ്രായങ്ങളെ സമുദ്ധരിച്ചിട്ട് ചിലത് അതേപടി അങ്ങ് വിട്ടേക്കും, ചിലത് തൻ്റെ അഭിപ്രായത്തെയും പറയും. അവിടെ സന്ദേഹത്തിന്റെ കണികയില്ല. ഇങ്ങനെ ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നെടുത്ത് കാണിക്കുമ്പോൾ അവിടെ സന്ദേഹമില്ല, ആദരവാണുള്ളത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സൂത്രലക്ഷണത്തിൽ പറയുന്ന അസന്നിഗ്ധം, സംശയരഹിതമായതെന്നുള്ളത് അത് കർത്താവിൻ്റെ സംശയരാഹിത്യത്തെ തന്നെയാണ് കാണിക്കുന്നത്. എന്നാൽ നമ്മൾ എപ്പോഴും പൂർവാചാര്യന്മാർ എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പഠിക്കുന്നവരും അതിനെ ആദരിക്കുന്നവരുമാണ്. അതിൽ നിന്ന് സ്വീകാര്യങ്ങളായവയെ സ്വീകരിക്കുന്നവരാണ്. തള്ളേണ്ടതിനെ വിചാരം ചെയ്ത് തള്ളുന്നവരാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ഒരു ശാസ്ത്ര വിചാര പദ്ധതി പൂർണ്ണമാവുള്ളൂ. അതാണ് നമ്മുടെ ശാസ്ത്ര വിചാര പദ്ധതി. ഇത് പ്രായേണ എല്ലാ സൂത്രഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞു സൂത്രലക്ഷണങ്ങൾ ഏറ്റവും കണിശമായി ചേർന്നിരിക്കുന്നത് പാണിനീയ സൂത്രങ്ങളാണെന്ന് പറഞ്ഞു. പാണിനി മഹർഷി എത്ര പൂർവാചാര്യന്മാരെ ഉദ്ധരിക്കുന്നുണ്ട്, കുറേ പൂർവാചാര്യന്മാരെ ഉദ്ധരിക്കുന്നുണ്ട്. ശാകല്യനെയും ശാകടായനെയും ആപിശലിയെയും സ്ഫോടായനെയും ശാകല്യനെ, അങ്ങനെ പല പല ആചാര്യന്മാരെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ പൂർവാചാര്യന്മാരെ അഭിപ്രായം പറഞ്ഞത് കൊണ്ട് ഒരിക്കലും അവിടെ സംശയമുണ്ട് തനിക്കെന്നർത്ഥമില്ല. ഈ വിഷയം പൂർവാചാര്യന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെടുത്ത് കാണിക്കുകയാണ്. സാന്ദർഭികമായി പാണിനീയം പറഞ്ഞത് കൊണ്ട് അവിടുത്തെ ഒരു വിശേഷം സൂചിപ്പിക്കാം. പാണിനീയ വ്യാകരണത്തിൽ ഒരു പൂർവാചാര്യ പക്ഷത്തെ, പൂർവാചാര്യ മതത്തെ പാണിനി മഹർഷി ഉദ്ധരിച്ചു കാണിച്ചാൽ അത് അങ്ങനെയും ആവാം, ആവാതെയും ഇരിക്കാം എന്നാണ് പാണിനിയുടെ താത്പര്യം. അത് പാണിനീയത്തിൻ്റെ ഒരു വിശേഷമാണ്. അതായത് ഇങ്ങനെ ഒരു പൂർവാചാര്യൻ പറയുന്നു എന്ന് പാണിനി ഉദ്ധരിച്ചു എന്ന് വിചാരിക്കട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പ്രവർത്തിക്കുകയും ആവാം, പ്രവർത്തിക്കാതിരിക്കുകയും ആവാം. അതായത് വൈകൽപ്പികമാണ്, വരികയും വരാതിരിക്കുകയാവാം എന്നുള്ളതാണ് നിയമം. അങ്ങനെ വരികയും വരാതിരിക്കുകയും ആവാം എന്ന് പറഞ്ഞത് കൊണ്ട് സംശയമൊന്നുമില്ല. അവിടെ ആചാര്യന് സംശയമില്ല. പഠിക്കുന്നവർ രണ്ട് പ്രക്രിയകൾ പഠിക്കണം. അത് വരുന്ന രീതിയിലും പ്രക്രിയ പഠിക്കണം, അത് വരാത്ത രീതിയിലും പ്രക്രിയ പഠിക്കണം. ഇവിടെയാകട്ടെ ഭക്തിയുടെ ലക്ഷണങ്ങളെ കുറിച്ചാണ് വിഷയം. അപ്പൊ ലക്ഷണങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പല ലക്ഷണങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. ഭക്തിയുടെ പല ലക്ഷണങ്ങൾ. അപ്പൊ അക്കൂട്ടത്തിൽ നാരദൻ അഥവാ ഈ സൂത്രകർത്താവ് പ്രാമാണികന്മാരായി മനസ്സിലാക്കിയ, ഏറ്റവും പ്രാമാണികരായി മനസ്സിലാക്കിയവരുടെ അഭിപ്രായത്തെ ഉദ്ധരിക്കുകയും അതിനുശേഷം തൻ്റെ അഭിപ്രായം കൂടി അതിനോട് ചേർക്കുകയും ചെയ്യുകയാണ്. അപ്പൊ തൻ്റെ അഭിപ്രായം അതിനോട് ചേർക്കുന്നത് കൊണ്ട് ഈ പറയുന്നതും തനിക്ക് സ്വീകാര്യമാണ് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ അത് നമുക്കൊരു 3 സൂത്രം കൂടി പഠിച്ച ശേഷം പഠിക്കാം അടുത്ത പ്രാവശ്യം. ഇവിടെ പറയാൻ ഇത്ര മാത്രം. പൂജാദിഷു അനുരാഗ എന്ന് പാരാശര്യൻ പറഞ്ഞത് തനിക്കും സമ്മതമാണ്. എന്നാൽ തൻ്റെ അഭിപ്രായം പ്രത്യേകിച്ച് പറയുന്നത് കൊണ്ട് ഭക്തിയുടെ പരമലക്ഷണമായിട്ട് പൂജാദിഷു അനുരാഗ എന്നുള്ളതിനെ നാരദൻ സ്വീകരിക്കുന്നില്ല. മറിച്ച് താൻ പറയാൻ പോകുന്നതാണ് തൻ്റെ അഭിപ്രായത്തിൽ പരമമായ ലക്ഷണം. എന്നാൽ ഇതിനെ തള്ളുന്നില്ല, ഇതും ഭക്തിയുടെ ലക്ഷണം തന്നെയാണ്. അപ്പൊ ഒരാൾക്ക് പൂജ തുടങ്ങിയവയിൽ അനുരാഗമുണ്ടെങ്കിൽ അത് ഭക്തിയുടെ ലക്ഷണമാണ് എന്നർത്ഥം. ഇങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ ചോദ്യത്തിനുള്ള വ്യക്തമായ മറുപടി. രണ്ടാമത്തെ ചോദ്യം, പൂജാദിഷു എന്ന് പറയുമ്പോൾ ആ പൂജാദിഷു, പൂജ തുടങ്ങിയവകളിൽ, ഇവിടെ ചിലരെങ്കിലും സംശയിച്ചേക്കാം ഇതെന്താണ് ചിദാനന്ദപുരസ്വാമി ഭാഷ തെറ്റിച്ച് പ്രയോഗിക്കുന്നത്. പൂജാദിയിൽ എന്ന് പറഞ്ഞാൽ തന്നെ ബഹുവചനായല്ലോ,
പിന്നെ എന്തിനാണ് പൂജാദികളിൽ എന്ന് പറയുന്നത്? കാരണം ആദി ചേർത്ത് പറഞ്ഞാൽ പൂജ തുടങ്ങിയവ എന്നർത്ഥമായി. അപ്പൊ തുടങ്ങിയവ എന്ന് പറയുമ്പോ ഒന്നിലധികമായില്ലോ, ബഹുവചനായി. പിന്നെ എന്തിനാണ് ഷൂ എന്ന് ബഹുവചന പ്രയോഗം? പൂജാദൗ, പൂജാദിയിൽ എന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചാൽ ഇത് ആചാര്യന്റെ അതേ തർജ്ജമയാണ് പൂജാദികളിൽ എന്ന് പറഞ്ഞത്. കാരണം പൂജാതി ശബ്ദം പ്രയോഗിച്ചിട്ടും ബഹുവചന പ്രത്യയം പ്രയോഗിച്ചു. അപ്പൊ പൂജാദികളിൽ എന്ന് തന്നെ തർജ്ജമ ചെയ്യണം. അല്ലാണ്ട് പൂജാദിയിൽ എന്നായിരുന്നെങ്കിൽ പൂജാദൗ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു മൂലഗ്രന്ഥകർത്താവിന്. അതുകൊണ്ടാണ് അങ്ങ് തർജ്ജമ ചെയ്യുന്നത്. അപ്പോൾ ആ ആദിയിൽ എന്ത് പെടും, എന്തൊക്കെ പെടും? എന്തും പെടുത്താം. നേരത്തെ നമ്മളിവിടെ പറഞ്ഞപ്പോ ഹോമം, പാഠം എന്നൊക്കെ പറഞ്ഞു. പാഠം എന്ന് പറഞ്ഞാൽ കീർത്തനങ്ങൾ പാഠം ചെയ്യുക, ഭക്തിശാസ്ത്രങ്ങൾ പാഠം ചെയ്യുക, മന്ത്രശാസ്ത്രങ്ങൾ പാഠം ചെയ്യുക, മന്ത്രങ്ങൾ പാഠം ചെയ്യുക എന്നൊക്കെ വരും. അതൊക്കെ പാഠത്തിൽ വരും. മന്ത്രപൂർവം അഗ്നിയിൽ ഹവിസ് അർപ്പിക്കുന്നത് ഹോമം എന്നുള്ളതിൽ വരും. അപ്പൊ പൂജ, ഹോമം, പാഠം തുടങ്ങിയവയൊക്കെ പൂജാദിയിൽ വരും. ഇനി പൂജയിൽ ഉപചാര സമർപ്പണമാണല്ലോ പൂജ. അപ്പൊ ഉപചാര സമർപ്പണം എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ പൂജാദിയിൽ വരും. അത് ഇന്നതേ വരൂ എന്ന് നമുക്ക് ചുരുക്കി പറയാൻ പറ്റില്ല. ഇനി മാത്രമല്ല, മറ്റൊരു വിഷയം കൂടി ഇവിടെ സൂചിപ്പിക്കട്ടെ. അടുത്തതിലും കഥാദിഷ്വിതേഷ് ഗർഗഹ എന്ന് വരാൻ പോകുന്നുണ്ട്. അപ്പൊ കഥാദിഷു അനുരാഗഹിതി ഗർഗഹ എന്നാണ്. കഥ തുടങ്ങിയവയിലുള്ള അനുരാഗമാണ് എന്ന് ഗർഗന്റെ അഭിപ്രായം. ഇപ്പൊ കഥ തുടങ്ങിയവ എന്ന് പറയുമ്പോൾ ഈ കഥയെ നമുക്ക് പൂജാദിയിൽ ചേർക്കാൻ പറ്റും, പൂജാദിയെ കഥയിൽ ചേർക്കാൻ പറ്റും. അതുകൊണ്ട് ഇന്നതേ ഈ ആദി ശബ്ദത്തിന് അർത്ഥമാവൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെയും ഭക്തിയുടെ ലക്ഷണമാണ്. പക്ഷെ ഒന്നുണ്ട്, പൂജയാകട്ടെ, ഹോമമാകട്ടെ, പാഠമാകട്ടെ, കഥയാവട്ടെ, എന്തോ ആവട്ടെ, അത് ബാഹ്യമായി ചെയ്യുന്നതിനെ അല്ല ഭക്തിയുടെ ലക്ഷണമായിട്ട് മാനിച്ചത്. മറിച്ച് അതിലുള്ള അനുരാഗത്തെയാണ്. അവിടെയാണ് സംശയരാഹിത്യം. അത് ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് ആ രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി. തുടർന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവാം. നമസ്തേ. അടുത്ത ചോദ്യം ഉണ്ണികൃഷ്ണൻ ജിയുടെയാണ്. ഉണ്ണികൃഷ്ണൻ ജി ചോദിച്ചു. നമസ്തേ സ്വാമിജി. നമസ്തേ. രണ്ട് ബൈബിൾ വചനങ്ങള് ജോണിന്റെ സുവിശേഷത്തില്, ഒന്ന് യേശുക്രിസ്തു പറയുന്നു, ഐ ആം ദ വേ ആൻഡ് ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്, നോ വൺ കംസ് ടു ദ ഫാദർ എക്സെപ്റ്റ് ത്രൂ മീ. വേറൊരിടത്ത് പറയുന്നു, ഐ ആൻഡ് ദ ഫാദർ ആർ വൺ. ഇത് അദ്വൈത ചിന്താ പദ്ധതിയോ അല്ലെങ്കിൽ അദ്വൈത രസാനുഭൂതിയിലൊക്കെ നിന്ന് പറയുന്ന വചനങ്ങളല്ലേ? അതെ. ഇവിടെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം, യേശുവിൻ്റെ ഉപദേശങ്ങളായിട്ട്, യേശുദേവന്റെ ഉപദേശങ്ങളായിട്ട് നമുക്ക് ലഭിക്കുന്നത് പുതിയ നിയമത്തിൽ നിന്നാണ്. ആ പുതിയ നിയമത്തിൽ തന്നെ പ്രാമാണികമായിട്ട് 4 സുവിശേഷങ്ങളാണ് സ്വീകരിക്കാൻ പറ്റുന്നത്. മറ്റുള്ളവ ഇല്ലെന്നല്ല പറയുന്നത്. അവിടെ മാത്യൂസും മാർക്കോസും ലൂക്കോസും ജോണും, മലയാളത്തിലാവുമ്പോൾ മത്തായി, മാർക്കോസ്, യോഹന്നാൻ, ലൂക്കോസ്. ഈ സുവിശേഷങ്ങളിലാണ് നമുക്ക് യേശുദേവന്റെ നേരിട്ടുള്ള ഉപദേശങ്ങളെ ഗ്രഹിക്കാൻ സാധിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്ന യേശുദേവൻ ജ്ഞാനിയായ, തീർത്തും ത്യാഗിയായ, ലോക സംസ്ഥാപനാർത്ഥം പ്രവർത്തിച്ച
ഒരു മഹാപുരുഷൻ എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. അങ്ങേയറ്റം ജ്ഞാനനിഷ്ഠനായ ഒരു മഹാപുരുഷൻ. അദ്ദേഹം ഈശ്വരീയമായ മാർഗത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നത് ചില സിദ്ധി പ്രദർശനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സിദ്ധികളിൽ അദ്ദേഹം കുടുങ്ങിയിട്ടില്ല, ആരും കുടുങ്ങരുതെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സിദ്ധി പ്രദർശനങ്ങളിൽ തന്നെ ആകൃഷ്ടരായി അദ്ദേഹത്തെ പിന്തുടരുന്നവരോട് അദ്ദേഹം പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ പൂർണ്ണമാക്കി എന്നാണ്. തീർത്തും വളരെ പരിനിഷ്ഠയുള്ള ഒരു ജ്ഞാനിയെ നമുക്കവിടെ കാണാൻ കഴിയും. ഈ സുവിശേഷങ്ങളിൽ തന്നെ സൂക്ഷ്മങ്ങളായ ഉപദേശങ്ങൾ തൻ്റെ അന്തരംഗ ശിഷ്യന്മാർക്ക് നൽകുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. അന്തരംഗ ശിഷ്യന്മാർക്ക് നൽകുന്ന ഉപദേശങ്ങളാണ് സൂക്ഷ്മോപദേശം. ഈ സൂക്ഷ്മോപദേശങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണമെങ്കിൽ, അഥവാ മനസ്സിലാക്കുകയാണെങ്കിൽ, അത് വേദാന്തമാണ്. ഔപനിഷിതമായ ആ ഒരു ജ്ഞാനത്തിന്റെ പിൻബലത്തിലെ ആ വാക്യങ്ങളുടെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ സ്ഥൂലാർത്ഥം മാത്രമേ മനസ്സിലാവൂ. ഒരു അനുഭൂതി സമ്പന്നനായ വിജ്ഞാനിയുടെ വാക്യങ്ങൾ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് പിന്നീട് മതസ്ഥാപനവും വിവിധ പ്രദേശങ്ങളിൽ മതസ്ഥാപനങ്ങൾ പണിയുന്ന വിഷയവും മതം പ്രചരിപ്പിക്കുന്ന വിഷയവുമൊക്കെ വരുന്നത് എപ്പിസിൽസ് ഓഫ് പോൾ മുതൽക്കാണ്. അവിടെ പോള് വിവിധ പ്രദേശങ്ങളിലേക്ക് കൊടുത്തയച്ച കത്തുകൾ, എഴുത്തുകൾ, അതിലാണ് മതം വരുന്നത്. യേശുവിന്റെ ഉപദേശത്തിൽ മതം ഒന്നുമില്ല, ഒരിടത്തുമില്ല. അത് പരിമിതമായ മതവാദത്തിനപ്പുറത്തുള്ള ആധ്യാത്മികതയിൽ ഉറച്ച വീക്ഷണങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിസ്സംശയം നമുക്ക് പറയാം, യേശുവിന്റെ നേരെയുള്ള ഉപദേശങ്ങളൊക്കെ സൂക്ഷ്മമായ വേദാന്ത തത്വങ്ങളാണ്. നല്ലപോലെ മനനം ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് ഏതോ ദൂരദേശത്തുള്ള ദേശാന്തരത്തിൽ കാലാന്തരത്തിൽ ലഭിക്കേണ്ടുന്ന സ്വർഗവിശേഷങ്ങളെ യേശു വാഗ്ദാനം ചെയ്തതായിട്ട് പറയുന്നവര് സ്വർഗരാജ്യം നമുക്ക് ഉള്ളിലാകുന്നു എന്നുള്ള യേശുവിന്റെ വാക്യത്തെ വിസ്മരിക്കുന്നവരാണ്, അഥവാ അർത്ഥമനുസന്ധാനം ചെയ്യാത്തവരാണ്. ഞാനും പിതാവും ഒന്ന് തന്നെ എന്ന് പറയുമ്പോൾ അവിടെ പാരമാർത്ഥികമായ അദ്വൈത ബോധമാണ്. എന്നാൽ ജീവാത്മ തത്വത്തെ സൂക്ഷ്മ വിചാരം ചെയ്ത്, ആത്മതത്വത്തെ സൂക്ഷ്മ വിചാരം ചെയ്ത് ആത്മൈകത്വം ബോധിക്കണം എന്നുള്ള വിചാര പദ്ധതിയെ കാണിക്കുന്നതാണ് എന്നിലൂടെയാകുന്നു പ്രാപ്തി എന്നുള്ളത്, ഞാൻ മാർഗമാകുന്നു എന്നുള്ളത്. ഇതൊക്കെ സൂക്ഷ്മ വിചാരത്തിന് വിധേയമാക്കേണ്ടതാണ്. അപ്പൊ മനസ്സിലാവും അത് ഓരോന്നും വേദാന്തമാണ്.
മറ്റ് എത്ര ശിഷ്യന്മാര് അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമുക്കറിയില്ല. കാരണം യേശുവിന്റെ കാലവും കഴിഞ്ഞ് ഏറെ കാലം കഴിഞ്ഞിട്ടാണ് സമാഹരണം നടന്നത്. അങ്ങനെ സമാഹരണം നടന്നതിന് ശേഷം പല വെർഷൻസ് ഉണ്ടായിരുന്നു. അതിൽ പിൽക്കാലത്ത് ഏറെക്കുറെ ഏകീകരിച്ച ഒരു വെർഷനാണ് പ്രചരിതമായത്. ഒരു വെർഷൻ എന്ന് പറയുമ്പോൾ തെറ്ററിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. കാരണം വ്യത്യസ്ത വിഭാഗങ്ങൾ പല വെർഷനുകളെ ആദരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം കിടക്കുന്നു. എങ്കിലും പ്രായേണ എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ഇത്തരം 4 ശിഷ്യരുടെ രേഖപ്പെടുത്തലുകളിൽ നമ്മൾ കാണുന്ന ഉപദേശങ്ങൾ തീർച്ചയായിട്ടും അതിസൂക്ഷ്മമായ വേദാന്ത തത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെ വേദാന്ത ദൃഷ്ടിയിലൂടെ വേണം ഈ ഉപദേശങ്ങളെ പഠിക്കാൻ. അപ്പോഴേ യേശുവിൻ്റെ ഉപദേശത്തിൻ്റെ, യേശുദേവൻ നൽകിയ ഉപദേശങ്ങളുടെ ആ ഒരു സൂക്ഷ്മതലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് പള്ളിമതവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതാണ്, ഒരു ബന്ധവും ഇല്ലാത്തതാണ്. യേശു എന്ത് ഉപദേശിച്ചോ അതിൽ നിന്ന് ഭിന്നമാകുന്നു നമ്മൾ പലപ്പോഴും അവിടെ കാണുന്നത്. എന്നാൽ എത്രയോ ഉപാസകന്മാര്, സൂക്ഷ്മ ഉപാസനാ മാർഗത്തിൽ ചരിച്ച ത്യാഗികള് ഈ ഉപദേശങ്ങളെ പിന്തുടർന്നുണ്ടായിട്ടുണ്ട്. അതിസൂക്ഷ്മങ്ങളായ തപസ്സനുഷ്ഠിച്ച് ത്യാഗനിഷ്ഠമായ ജീവിതം നയിച്ച് പരമപ്രേമലക്ഷണമായ ഭക്തി യേശുദേവനിലും മറ്റും അങ്കുരിച്ച് തപസ് ചെയ്ത എത്രയോ മഹാവിഭൂതികൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും അതിനെ അറിയാതെ പോകരുത്, നിരാകരിക്കുകയും ചെയ്യരുത്. അങ്ങനെയുള്ള മഹാത്മാക്കളായ ധാരാളം തപസ്വികളുടെ, അവർ പലപ്പോഴും സന്യാസചര്യയിൽ കഴിഞ്ഞവരായിരുന്നു. അങ്ങനെയുള്ള ക്രിസ്തീയ സന്യാസിമാരുടെ തപസ്സിലൂടെ അവര് ഇത്തരം സൂക്ഷ്മതത്വങ്ങളെ കണ്ടെത്തുകയും ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിമനോഹരങ്ങളായ ഗ്രന്ഥങ്ങളുണ്ട്. അതിലെടുത്ത് പറയേണ്ടതാണ് ഫിലോകാലിയ, ഈശ്വരപ്രേമം. അതിൻ്റെ ഒരു ഭാഗം പരമപൂജ്യ സിദ്ധിനാഥാനന്ദ സ്വാമികൾ മലയാളത്തിലേക്ക് അനുവാദം ചെയ്തിട്ടുണ്ട്. സാധകന്റെ സഞ്ചാരം 5 വോളിയങ്ങളായിട്ട് ഫിലോകാലിയ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ വേറെയുമുണ്ട്. അതിൻ്റെ ഒരു അനുബന്ധം പോലെ പറയാവുന്ന, ഫിലോകാലിയയുടെ ഭാഗമായിട്ടല്ല എങ്കിലും അതിൻ്റെ അനുബന്ധം പോലെ പറയാവുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് അദൃശ്യ പോരാട്ടം എന്നുള്ള പേരിൽ മലയാളത്തിൽ അനുവാദം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലൊക്കെ യേശുവിൻ്റെ ഉപദേശങ്ങളിലെ സൂക്ഷ്മ വേദാന്ത വിഷയങ്ങൾ മനനം ചെയ്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ച് ഉപനിഷത്തുക്കളുടെ അനുസന്ധാനം ചെയ്യുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ പ്രകരണങ്ങൾ അനുസന്ധാനം ചെയ്യുന്ന ഒരാൾക്ക് അനായാസേന സൂക്ഷ്മാർത്ഥങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. കാരണം യേശുദേവന്റെ ഓരോ സൂക്ഷ്മ ഉപദേശവും ഈ വേദാന്തത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. നല്ലപോലെ അനുസന്ധാനം ചെയ്യാം. അതുകൊണ്ട് പരമ തത്വം തന്നെയാണ് അവിടെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. നമസ്കാരം. നമസ്തേ സ്വാമിജി. നമുക്കിനി 3 മിനിറ്റ് കൂടെ ഉണ്ട്. ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ സമയമുണ്ടെങ്കിൽ ബാബുജി ചോദിച്ചോളൂ. അതെ, പറയൂ. നമസ്കാരം സ്വാമിജി. നമസ്കാരം. നമസ്കാരം സ്വാമിജി, നമ്മുടെ
ജ്ഞാനേന്ദ്രിയങ്ങൾ വഴി അനുഭവിച്ച കാര്യങ്ങളാണല്ലോ നമ്മുടെ മനസ്സിൽ ഓർമ്മയായിട്ട് ഉള്ളത്. അപ്പൊ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സ് ശാന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളുടെ എക്സ്പോഷർ കുറയ്ക്കുക എന്നുള്ളതാണോ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു വഴി? ഇന്ദ്രിയങ്ങളും മനസ്സും നമ്മുടെ നിയന്ത്രണത്തിലാക്കണം. അതാണ് ദമവും ശമവും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നിയന്ത്രണത്തിലാവണം, അല്ലെങ്കിൽ അവയുടെ നിയന്ത്രണത്തിൽ നമ്മളായി പോകും. ഒരു സാധകനെ സംബന്ധിച്ച് ഇന്ദ്രിയ മനസ്സുകളെ നിയന്ത്രിച്ച് സ്വാധീനമാക്കി വെക്കുക എന്നുള്ളത് മുഖ്യമാണ്. മുഖ്യമാണ്. മറ്റെല്ലാ സാധനകളെക്കാളും അടിസ്ഥാനപരമായിട്ടുള്ള സാധനയാണത്. കാരണം മനസ്സിൽ ശേഖരിക്കപ്പെടുന്ന ഓരോ സംസ്കാരവും ആ സംസ്കാരം പിന്നീട് ഓർമ്മയായിട്ട് വരുന്നതും ആ സംസ്കാരം പിന്നീട് വാസനയെ രൂപീകരിക്കുന്നതും ആ വാസനയാൽ പ്രേരിതമായിട്ട് വീണ്ടും കർമ്മം ചെയ്യാൻ നിർബന്ധരായി തീരുന്നതും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ ആ ഒരു ചങ്ങല, ആ ഒരു ശൃംഖലയിൽ നിന്ന് മാറി സ്വരൂപ വിചാരത്തിന്റെ സൂക്ഷ്മതയിലേക്ക് പോകേണ്ടുന്ന ഒരു വ്യക്തി അനിവാര്യമായിട്ട് അത്തരം സംസ്കാരങ്ങളുടെ വാസനകളുടെ പുതിയ പുതിയ ശേഖരണം ഇല്ലാതാക്കണം. അതില്ലാതാക്കുന്നത് നിർബന്ധമായും ഇന്ദ്രിയ മനസ്സുകളുടെ നിയന്ത്രണം വഴിയാണ്. അപ്പൊ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ അവയെ നിയന്ത്രിച്ച് സ്വാധീനമാക്കി വെക്കുക. അവയുടെ അടിമ നമ്മളാവുന്നില്ല, നമ്മുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവ പ്രവർത്തിക്കുന്നു. അപ്പോൾ പ്രവർത്തിപ്പിക്കാനും വേണ്ടപ്പോൾ നിവർത്തിപ്പിക്കാനും ഉള്ള കഴിവാണ് നമുക്ക് വേണ്ടത്. അത് വിശദമായി ചിന്തിക്കേണ്ടതാണ്. ഒരു സൂചന പറഞ്ഞെന്ന് മാത്രം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ചർച്ച ചെയ്യാം. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യങ്കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.